ദിലീപിനെ തകർക്കാൻ പല വഴികളും പല രീതിയിലും പലരും നോക്കി. എന്തോ കാരണം കൊണ്ട് നടന്നില്ല. കോടതി വെറുതെ വിട്ടു, ആ വിധിയൊക്കെ വന്നു. എന്നാലും പലർക്കും ദിലീപിനെ തൂക്കിക്കൊള്ളണം, മരണം വരെ ജയിലിൽ കയറ്റണം എന്നൊക്കെയാണ് രീതി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ദിലീപിന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങി, ഭയം ഭക്തി ബഹുമാനം. ഈ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. അതായത് രമണി എന്ന് പറയുന്ന ഒരു പശുവിനെ, അണ്ണൻ ആദ്യം തുടങ്ങിയത് രമണി എന്ന് പറയുന്ന ഒരു പശുവിനെ, രമണിയെ കറന്നുകൊണ്ടാണ് അണ്ണന്റെ തുടക്കം. രമണിയെ തട്ടിക്കൊണ്ടുപോയി രമണിയെ കറന്നു. ആ രമണി എന്ന് പറയുമ്പോൾ നമ്മൾ പെണ്ണാണോ എന്ന് നമുക്കൊരു ആദ്യം ഒരു സംശയം തോന്നും. പിന്നീട് അത് പശുവാണെന്ന് മനസ്സിലാവും. സിനിമ കണ്ടവർക്ക് അതിന്റെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു രീതി മനസ്സിലാവും. പക്ഷെ അത് അങ്ങനെയല്ല, അത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ദിലീപ് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ദിലീപ് അതിജീവിതയെ വീണ്ടും അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും ഈ വിവാദങ്ങൾ. ആ വിവാദങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അത് ആദ്യമേ പറയട്ടെ. സിനിമയാണ്, അതൊരു എന്റർടൈൻമെന്റ് ആണ്. അതിലിപ്പോ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ പല സിനിമയിലും പല ഡബിൾ മീനിങ്ങും അല്ലെങ്കിൽ പല തരത്തിലുള്ള വർത്തമാനങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിനൊക്കെ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് ജഗദീഷ് ശ്രീകുമാർ ഒരു സിനിമയിൽ പറയുന്നത് പോലെയൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയാലൊന്നും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും. പക്ഷേ എല്ലാത്തിലും എന്നെയാണ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയോട് നിൽക്കുന്നില്ല എന്ന് ആദ്യമേ പറയുന്നു. സിനിമയ്ക്ക് എന്താ പറയാനുള്ളത്? അല്ല, അത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു കമന്റ്. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, സിനിമ കാണണം. അല്ല, സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ സിനിമയിൽ ഇങ്ങനെ ഈ അണ്ണൻ മുമ്പ് ഇതുപോലെ രമണിയെ തട്ടിക്കൊണ്ടുപോയി, പിന്നീട് രമണിയെ കറന്നു. അപ്പോൾ ഈ കേൾക്കുന്ന ധ്യാനോ ശ്രീനിവാസോ മറ്റോ ഞെട്ടു. അപ്പോൾ പറയും, അല്ല, അത് രമണി എന്ന് പറയുന്നത് പശുവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് അതിജീവിതമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ അതിജീവിത കേസ് അവസാനിച്ചതേ ഉള്ളൂ, അപ്പോൾ ദിലീപാണ് അതിനകത്ത് ഉദ്ദേശിച്ചത് എന്നൊക്കെ രീതിയിൽ തിരക്കഥാകൃത്ത് മനഃപൂർവ്വം ഈ ഡയലോഗ് കുത്തിക്കയറ്റിയതാണെന്ന് പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, സിനിമ കാണാത്തതുകൊണ്ട്. പക്ഷെ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുമോ? മാത്രമല്ല, ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഒരു വനിതയാണെന്നാണ് കേട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു വനിതയെ ഉപയോഗിച്ച് ദിലീപ് മനഃപൂർവ്വം വീണ്ടും അതിജീവിതയെ അധിക്ഷേപിക്കുന്നു എന്ന തരത്തിൽ പരാമർശങ്ങൾ വരുന്നു. ഇനി അതൊരു വലിയ വിവാദമായി മാറിയാൽ ഒരു പക്ഷേ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ലോക എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു നേരത്തെ, വലിയ ഹിറ്റായിരുന്നു, ലോക ചാപ്റ്റർ 1. ആ സമയത്ത് ബംഗളൂരുവിലെ സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. മോശം സ്ത്രീകൾ, എല്ലാം പോക്ക് കേസുകളാണ് എന്തോ പറയുന്ന ഒരു പരാമർശം. ഇതിനെ തുടർന്ന് കർണാടകയിലെ സ്ത്രീകൾ വലിയ രീതിയിൽ പ്രക്ഷോഭമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നു, തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് ആ ഡയലോഗ് പൂർണ്ണമായിട്ടും വെട്ടിമാറ്റുന്നു. എന്നിട്ട് സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും അതിനു വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ അല്ലെങ്കിൽ കർണാടകയിലെ സ്ത്രീകളോട് മാപ്പ് ചോദിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായിട്ടാണോ ഈ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഈ ധനി പറയുന്ന പോലെ അതിജീവിതയാണ് ഉദ്ദേശിച്ചതെന്ന് അവരെ അനുകൂലിക്കുന്ന കുറേ ആൾക്കാർ പറയുന്നു. അപ്പോഴും ദിലീപിനെ ഇവിടെ ക്രൂശിൽ കയറ്റാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ദിലീപിനെ ക്രൂശിക്കുന്നതിനോടൊപ്പം തന്നെ സിനിമയായിട്ട് കാണണമെന്നും അതൊരു വിനോദോപാധിയായിട്ട് കാണണമെന്നുമുള്ള ഒരു ചിന്തയെ അനുകൂലിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ നമുക്ക് കണ്ടുകൂടെ ഇതിനെ? അല്ല, ഇത് നമ്മളെന്തിനാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുകയും അതേപോലെ തന്നെ നിർമ്മിക്കുകയും അത് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? അതിനൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ മാത്രമാണ് അതിനുള്ളത്. അല്ല, അതിന് പല അവസരങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള മൂല്യനിർമ്മിതിയുണ്ട്. രാഷ്ട്രീയമായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെടാം. ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സ്ത്രീ സുരക്ഷയുമായിട്ടും സ്ത്രീയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നവുമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഇതിൽ വളരെ ബോധപൂർവമായിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് വരുന്ന സമയത്ത് ആ ഡയലോഗ് ബോധപൂർവം തന്നെയാണ്. എന്തിനാണ് രമണി എന്ന് പറയുന്ന ഒരു ആടിനെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നത്? അല്ല, പശുവിനെ കുറിച്ച് എന്തിനാണ് പരാമർശിക്കേണ്ടി വരുന്നത്? അതെന്താണ് സിനിമയിൽ പ്രസക്തി? സിനിമയിൽ എങ്ങനെ ഒരു പ്രസക്തി എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വെറും ഒരു പശുവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഫീൽ ആളുകൾക്കുണ്ടാകുന്നത്. ആളുകൾക്ക് അങ്ങനെ തോന്നണം എന്ന് ആര് വിചാരിച്ചിട്ടുണ്ട്? ഇതിൻ്റെ സംവിധായകർ വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നവർ വിചാരിച്ചിട്ടുണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ. മാത്രമല്ല, അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എന്താണ് ഈ ഡയലോഗ് അവസാനിക്കുന്ന സമയത്താണ് ദിലീപ് എന്ന് കരന്ന് ഇറങ്ങണം അല്ലേ? അല്ലല്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. നമ്മൾ വെറുതെ ഇത് എന്താണ് വളരെ നിഷ്കളങ്കമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു സീക്വൻസ് ഇങ്ങനെ മുട്ടിക്കുന്നത്, അതേപോലെ തന്നെ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് മെസ്സേജ് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. ആ മെസ്സേജ് ഈ മെസ്സേജാണ്.
എന്ന് അവർ പറഞ്ഞാൽ നമുക്കതിന് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ രമണിയെ കൊണ്ടുപോയി കറന്ന അണ്ണൻ പശുവിനെ കൊണ്ടുപോയി കറന്ന പാലെടുത്താണ് അണ്ണൻ്റെ ജീവിതം തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിൽ എന്ത് തെറ്റാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുൻപ് എനിക്ക് കുറേ മുൻവിധികൾ ഉണ്ടായിരുന്നു. കാരണം ഈ സിനിമ ദിലീപിൻ്റെ പിന്നെ വിധി വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ വിധിയിലുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. വിധി വരുന്നതിന് മുമ്പ് ദിലീപിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ സിനിമ എടുത്ത സമയത്ത് ദിലീപ് രക്ഷപ്പെടുന്ന കാര്യവും വിധിയെക്കുറിച്ച് പറയുന്ന കാര്യമൊക്കെ സിനിമയിലുണ്ടെന്ന് പറഞ്ഞു. എന്നെ ആ സിനിമ 2.5 മണിക്കൂർ, ഇനി എനിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്നെ 2.5 മണിക്കൂർ ആ സിനിമ എൻ്റർടൈൻമെൻ്റാണ് ചെയ്യിപ്പിച്ചത്. ഞാനും ഈ സിനിമ കണ്ടിറങ്ങി. നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നവരൊക്കെയാണ്. പക്ഷെ ഈ രമണി ഇങ്ങനെ രമണിക്ക് ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന് എനിക്ക് ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ഈ വ്യാഖ്യാനം വരുത്തുന്നവരാരാണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമ അവർ ആ തുടക്കത്തിലേ പറയുന്നുണ്ട് ലോജിക്ക് ഇല്ല ഈ സിനിമയ്ക്ക്, ഇതൊരു മാഡ്നസ് സിനിമയാണെന്ന് പറയുന്നുണ്ട്. സിനിമ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരിടത്തു നിന്നും ഇവിടെ നിന്ന് കൂട്ടിയാൽ അവിടെ എത്തില്ല, അവിടെ നിന്ന് കൂട്ടിയാൽ ഇവിടെ എത്തില്ല, ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു സിനിമ. പക്ഷേ ആ സിനിമയെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. ആ സിനിമ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ എന്ത് പറഞ്ഞാലും അത് എന്നെയാണ് എന്ന് പറഞ്ഞാൽ മാഷ് ഇവിടെ ഇരുന്ന് പറയാണ് ധന്യ ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് മാഷിന്റെ വെർഷനാണ്. അത് ഞാൻ ശരിയല്ല എന്ന് തീരുമാനിക്കേണ്ട ഞാനാണ്. എല്ലാവരുടെയും വെർഷൻസ് ആണ് സാധാരണ രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ധന്യക്ക് ധന്യയുടെ വെർഷൻ ഉണ്ടാവും, സിനിമയ്ക്ക് സിനിമയുടെ എനിക്ക് എന്റേതുണ്ടാവും. അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അല്ലല്ല ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ബുദ്ധിയില്ല എന്ന് മിസ്റ്റർ സിനിജി ഉദ്ദേശിച്ചത് എന്നെ കുറിച്ചാണോ എന്ന് എനിക്ക് അറിയണം. ധന്യ പറഞ്ഞ എനിക്ക് ബുദ്ധിയില്ലായതുകൊണ്ടാണോ മനസ്സിലായി. ഇതിനകത്ത് വേറെ ചില പ്രശ്നമുണ്ട്. കാരണം അറിയാം, ഈ ഡയലോഗ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ കൊള്ളണമെന്ന് ചിലപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. അതൊരു കാര്യം. ഇനി 2, ഇത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് മനസ്സിലായില്ല എന്ന് വെച്ചോ. മനസ്സിലായില്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ സിനിമയുടെ പിന്നണിയിലുള്ളവർ ഇത് ചോർത്തി കൊടുക്കാം. ഈ ഡയലോഗ് ഇല്ല, ഇത് മറ്റേവായിട്ട് കണക്ട് ചെയ്ത് കേട്ടോ, അങ്ങനെ ആയിരിക്കാം പിന്നീട് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ക്യാരംസ് കളിക്കുമ്പോഴേ ചിലപ്പോ നമ്മള് കറുത്ത കട്ടൊക്കെ അടിക്കായിരിക്കും, വളരെ കൃത്യമായിട്ട് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. മനസ്സിലായി? അത് കൃത്യമായിട്ട് ഇതിനകത്തൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യില്ല എന്ന് നമ്മൾ പറയുന്നതിൽ കഥയില്ല. അപ്പോൾ അതങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നുണ്ട്. ആ വ്യാഖ്യാനം എന്ന് പറയുന്നത് അതിജീവിതയെ ആക്ഷേപിക്കുന്നതിനും അതേപോലെ തന്നെ അവരെ വീണ്ടും ആക്രമിക്കുന്നതിനും ഉള്ളതായി മാറിയാൽ നമുക്ക് പറയട്ടെ, നമുക്ക് പറയാവുന്നത് മാറ്റണം. നേരത്തെ കർണാടകയിലെ സിനിമയിൽ നിന്ന് മാറ്റണം. ഇതെന്റെ അതുകൊണ്ട് എന്റർടൈൻമെന്റ് നഷ്ടപ്പെടില്ല അല്ലേ. രമണി ഇനി കൊണ്ട് കറക്കണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് ഡയലോഗ് വന്നാൽ അത് ഈ സിനിമയെ ബാധിക്കുന്ന കാര്യമല്ല. ചിലപ്പോഴേ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയും ആ സിനിമയുടെ വിജയത്തിന് ഘടകമാകാം. അയ്യോ ഇത് മാറുന്നതിന് മുമ്പ് നമുക്ക് പോയി കാണാം അങ്ങനെ ചിന്തിക്കാം, എങ്ങനെയും ചിന്തിക്കാം. ഇപ്പൊ സിനിജി നമ്മളിപ്പോ എമ്പുരാനൊക്കെ വന്ന സമയത്ത് അങ്ങനെയല്ലേ. എമ്പുരാൻ വേറെയാണ്. പക്ഷെ എമ്പുരാൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനങ്ങൾക്കത് മനസ്സിലാത്ത രീതിയിൽ ഭീകരന്മാരെ വലിയ രീതിയിൽ ആ സിനിമ അംഗീകരിക്കാൻ കഴിയില്ല. സിനിമയുടെ അംഗീകാരത്തിന്റെ പ്രശ്നമല്ല പറഞ്ഞത്. ആ സിനിമയും വിവാദപരമായി മാറിയ സമയത്ത് ഒരുപാട് ആളുകൾ കണ്ടു. അത് ഇതെല്ലാത്തിലും അങ്ങനെയാണ്. സിനിമ ഇതൊരു വലിയ വ്യവസായമാണ്. ഈ വ്യവസായം എന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യൻ്റെ സെൻസിബിലിറ്റിയെ, അത് ഏറ്റവും മോശമായിട്ടുള്ള സെൻസിബിലിറ്റിയെ പോലും യൂട്ടിലൈസ് ചെയ്യുന്ന അന്വേഷിച്ച് നടക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇങ്ങനൊരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മാറ്റണമെങ്കിൽ മാറ്റണം. വർഷങ്ങൾക്ക് മുമ്പ് ഈ ശ്രീനിവാസൻ തന്നെ നായകനായിട്ട് അഭിനയിച്ചൊരു സിനിമയുണ്ട്, സത്യനന്ദികളാണ് സംവിധാനം ചെയ്തത്. പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നാണ് സിനിമയുടെ പേര്. പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് പേരിട്ടപ്പോൾ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആളുകൾ വലിയ വിമർശനവുമായിട്ട് വിവാദവുമായിട്ട് രംഗത്തിറങ്ങി, കൊടി പിടിച്ചു. ഉടനെ ആ സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെയാണ് അങ്ങനെ ഈ പോസ്റ്ററിൽ അടിച്ചിരുന്നു ഈ പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് പറയുന്നത്. പിന്നീട് ആ പോസ്റ്ററെല്ലാം മാറ്റി തട്ടാൻ എന്നുള്ളത് മാറ്റിയിട്ട് താറാവെന്നാക്കി. പൊന്മുട്ടയിടുന്ന താറാവെന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു സിനിമയിൽ തട്ടാൻ ഭാസ്കരൻ അതൊക്കെ തന്നെയാണ്. പക്ഷെ അവർക്ക് പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ കണ്ടന്റ് എന്താണെന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും വ്യാപകമല്ല. മാത്രമല്ല എല്ലാ കാര്യങ്ങളും പുറത്തു വിടുകയില്ല. കുറച്ച് സിനിമ മാസികകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വാരികകളൊക്കെ. അപ്പോൾ വിവാദം കൂടുതൽ ഇതായതോടുകൂടി ആ പേര് മാറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ചില വിവാദങ്ങൾ, ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പേരോ അതിനകത്ത് രംഗങ്ങളോ മാറ്റും. ഇപ്പോൾ ഈ ലോകയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചത്, എമ്പുരാൻ്റെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. എന്ന് പറയുന്ന പോലെ ഇത് ഈ സ്ത്രീവിരുദ്ധമായ നിലപാടാണ്, അല്ലെങ്കിൽ അതിജീവിതയെ ഇൻഡയറക്റ്റായിട്ട് പരാമർശിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം കടുത്താൽ ഒരുപക്ഷെ രമണിയൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. എന്ത് ചെയ്യാൻ പറ്റും സിനിമ എന്ന നിലയിൽ? രമണിയെ ഉദ്ദേശിച്ചത് രമണി പശുവാണ്.
ഇനി അങ്ങനെ അല്ല രമണി ഞാനാണെന്ന് പലരും ഉദ്ദേശിച്ചിട്ട് കട്ട് മാറ്റണമെങ്കിൽ എനിക്ക് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം എന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ അതിജീവിച്ച് മുന്നോട്ട് വന്ന ആളാണ് ഞാൻ. അങ്ങനെ പറയുന്ന ആൾക്ക് ഒരു രമണിയെ കാണുമ്പോ ഭയം വരണമെങ്കിൽ അതിൽ എനിക്കൊന്നും പറയാനില്ല. അതിജീവിയുടെ ആവശ്യമൊന്നുമല്ല, നാട്ടുകാർക്കാണ് പ്രശ്നം. സോഷ്യൽ മീഡിയ പ്രശ്നമാണ്. സോഷ്യൽ മീഡിയയിലല്ല പക്ഷേ ദിലീപിനെ തകർക്കുക. ഈ സിനിമ ഇപ്പൊ മമ്മൂട്ടിയോ മോഹൻലാലോ പൃഥ്വിരാജോ നിവിൻ പോളിയോ മറ്റേത് താരങ്ങള് രമണിയെ കറന്നു എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ദിലീപ് രമണിയെ കറക്കാൻ പാടില്ല. ദിലീപ് രമണിയെ കറന്നാൽ അത് വ്യാഖ്യാനങ്ങൾ വേറെ അതുകൊണ്ട് ദിലീപിനോടാണ് പ്ലീസ്, നിങ്ങൾ ഇനി ദൈവത്തോർത്ത് ശാന്ത, രമണി അങ്ങനെയുള്ള പേരുകൾ വെച്ച് ആരെയും കറക്കാൻ പോവാതിരിക്കുക. നമുക്ക് ഈ ധന്യയുടെ അത്ര മാത്രം ദിലീപ് ഭ്രാന്ത് പിടിപെട്ട മനുഷ്യരെ കണ്ടുപിടിക്കാൻ പറ്റുമോ? തീർച്ചയായും അത് പിൻവലിക്കാം. ഞാൻ ദിലീപിന്റെ ആരാധികയോ ദിലീപ് ഫാൻ ഒന്നുമല്ല. ഞാൻ കട്ട മോഹൻലാൽ ആരാധികയാണ്. മോഹൻലാലിന് അപ്പുറവും ഇല്ല, എനിക്ക് ഇപ്പുറവും ഇല്ല. പക്ഷേ കോടതി വെറുതെ വിട്ട ഒരാൾ തെറ്റുകാരനാണെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല.